ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷും ഹരീഷും കൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമായിരിക്കും. അന്നേരം നികേഷ് പുറത്തിരിക്കുമായിരിക്കും കേട്ടോ. എന്താടാ നികേഷ്, നിന്റെ പനിയൊക്കെ മാറിയോന്ന് ചോദിക്കും. പനി മാറിയേട്ടാ, ഏടത്തി ഇന്ന് എൻ്റെ കൂടെ ആയിരുന്നു. ഏടത്തി തന്നെ ഒരു ഗുളിക എടുത്ത് എനിക്ക് തന്നു. എനിക്കെന്തോ ഏടത്തി കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയെ പോലെ ഒരു ഫീലിംഗ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കില്ലേ ഏട്ടാ അങ്ങനെ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുഭാഷ് നികേഷിന്റെ തലയിൽ ഇങ്ങനെ കൈവയ്ക്കാണ് കേട്ടോ. എന്നിട്ട് സുഭാഷ് അങ്ങ് പോവും. അന്നേരം ഹരീഷ് ചോദിക്കും, എടാ ശരിക്കും മാറിയോടാ? ആ ഏട്ടാ, ഒരു പനിക്കൂർക്കയുടെ ഒറ്റമൂലി കിട്ടി, ഇപ്പൊ ഞാൻ ഓക്കെയാ. കുറെ കൂടെ മുന്നേ സുഭാഷ് ഏട്ടനായിരുന്നു കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്നേഹം അനുഭവിക്കായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരീഷ് പറയും, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് വന്നു കയറുന്നവരുടെ സ്വഭാവം പോലെ ഇരിക്കും എന്ന് പറയുമ്പോൾ ഏട്ടൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് വരികയാണേ. എന്താടാ ഹരീഷേ, സുഖല്ലേ നിനക്ക്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയും, എന്ത് പ്രശ്നം ഏട്ടത്തി? അല്ല, നീതുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും. അതെങ്ങനെയാ ഏട്ടത്തി അറിയുന്നേ? അന്നത്തെ പോലെ തന്നെ അവളിവിടെ വന്നിരുന്നു, നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഷോ, അവൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അവളില്ലാതിരുന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക്, ഇപ്പൊ അവളും കൂടി ചേർന്നപ്പോൾ എന്നെ കെട്ടിയിട്ടതുപോലെ തോന്നുക എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി പറയും, എന്റെ ഹരീഷേ, നീ ഏത് സിറ്റുവേഷനാന്ന് ആ കുട്ടിക്ക് അറിയത്തില്ലല്ലോ, നീ അത് പറഞ്ഞാലല്ലേ അവൾക്ക് മനസ്സിലാവൂ. അത് പറയാനുള്ള സമയം തരണ്ടേ ഏട്ടത്തി? അവളോട് ഞാനൊരു പ്രശ്നത്തെ പെട്ടിരിക്കാന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം അവള്, അല്ലാതെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് എപ്പോഴും സംസാരിക്കല്ല വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നീതി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഹരീഷിന് പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ പ്രശ്നം എന്താന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്താലല്ലേ മനസ്സിലാവത്തുള്ളൂ. ഇത്രയും കാലം പുറകെ നടന്ന് നിന്നെ വീഴ്ത്തിയതല്ലേ, അപ്പൊ എന്നും സംസാരിക്കുന്ന ആള് സംസാരിക്കാതിരുന്നാൽ ഒരു ടെൻഷൻ ആർക്കായാലും തോന്നില്ല ഹരീഷേ. ഇനി നാളെ നീതു നിന്റെ കടയിലേക്ക് വരുമ്പോ നീ സംസാരിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരീഷ് അവിടുന്ന് എണീറ്റ് പോവാണ് കേട്ടോ. അന്നേരം നമ്മുടെ നികേഷ് പറയും, എൻ്റെ ഏട്ടത്തി എന്ന് ഇവരുടെ പ്രശ്നം തീർത്തോണ്ടിരിക്കോ? അതെന്താടാ നികേഷ് നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഹരീഷ് ഏട്ടന്റെ സ്വഭാവം ഏട്ടത്തിക്ക് അറിയാലോ, ആള് സൈലന്റാ. എന്നാ നീതു അങ്ങനെയല്ല, എപ്പോഴും കലപില എന്ന് പറഞ്ഞോണ്ടാ രണ്ടുപേരുടെയും സ്വഭാവം ഒത്തുചേർന്ന് പോവത്തില്ല, എപ്പോഴും ബഹളായിരിക്കും. ഏട്ടത്തി ഇത് ഏറ്റെടുത്താലേ ടഫ് ജോബാന്ന് പറയാണ്. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധീഷിനെയാണ്. സുധീഷാണെങ്കിൽ രാത്രിയിൽ ആൾക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അന്നേരം നമ്മുടെ ഹരീഷിനെ വിളിക്കേ. അപ്പോൾ ഹരീഷ് പറയും, എന്താ വിളിച്ചേ? ഇങ്ങനെ ഒരു കോള് പതിവില്ലല്ലോ എന്ന്. എടാ ഹരീഷേ, ഞാൻ ഇന്ന് ലേറ്റ് ആവും വരാൻ വേണ്ടിയിട്ട്. സുഭാഷ് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ നിന്നെ വിളിച്ചേ. എടാ, മുൻവശത്തെ വാതിൽ പൂട്ടാതെ എന്ന് വരുമ്പോൾ ഹരീഷ് പറയും, ഏതായാലും ഐഡിയക്ക് നന്ദി, ഞാൻ അങ്ങനെ ചെയ്തോളാന്ന്. എടാ, നീ നാളെ വർക്ക്ഷോപ്പ് തുറക്കില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പേടിച്ചു എന്ന് പറയാൻ കേട്ടോ ഹരീഷ്. എടാ പൊന്നു മോനെ, നീ അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ, ഞാൻ എന്തായാലും ലേറ്റ് ആയാലും എത്തും എന്ന് പറയുന്നു. നീ എങ്ങാണ്ട് ആ വാതിൽ കുറ്റിയിട്ട് പോയാൽ ഞാൻ തന്തപ്പിടിയുടെ കൂടെ കൊതുകടി കൊണ്ട് കിടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തേക്കാം, ഇങ്ങ് പോരെ എന്ന് പറയാൻ കേട്ടോ നമ്മുടെ ഹരീഷ്. പിന്നീട് നിധിയും നികേഷും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അന്നേരം സുഭാഷ് പറയും, അയ്യോ വൈകുന്നേരത്തേക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ലാന്ന്. അന്നേരം നിധി പറയും, ദോശയല്ലേ, ഞാനും ഉണ്ടാക്കിക്കോളാം എന്ന്. എങ്കിൽ പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കിക്കോളാം. വേണ്ട സുഭാഷ് ഏട്ടാ, രാവിലത്തെ സാമ്പാർ ബാക്കിയുണ്ടായിരുന്നു, ഞാൻ വൈകിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്കിലേ നീ നികേഷിനോട് കുറച്ചുകൂടെ സംസാരിച്ചിരിക്കെ, ഞാൻ തന്നെ പോയി ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞ് നമ്മുടെ സുഭാഷ് അങ്ങ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവരൊക്കെ കൂടി ഇരുന്ന് തിന്നാണ്. അന്നേരം നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുഭാഷ് ഇങ്ങനെ നോക്കുന്ന നേരത്ത്, അല്ല സുഭാഷ് ഏട്ടാ, സുധീഷിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സുഭാഷ് നികേഷിന്റെ മുഖത്തേക്ക് നോക്കുവാണ് കേട്ടോ. അന്നേരം ഹരീഷ് പറയും, സുധീഷ് ഏട്ടൻ ലേറ്റ് ആവുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു എന്ന്. എങ്കിലും ഈ സമയമാകുമ്പോഴേക്ക് കാണേണ്ടതല്ലേ, ആളെ കാണാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ വീണ്ടും സുഭാഷും ഹരീഷും നികേഷും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അവൻ വന്നോളൂ മോളെ, രാത്രി വല്ല ഓട്ടവും കിട്ടിയിട്ടുണ്ടാവും, അപ്പോൾ ഫുഡോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വന്നാൽ ഞാൻ എടുത്ത് വെച്ചേക്കാം, മോള് പോയി കിടന്നോന്ന് പറയാണ് കേട്ടോ നമ്മുടെ സുഭാഷ്. അങ്ങനെ സുഭാഷ് അടുക്കളയിലൊക്കെ പോയി ക്ലീൻ ചെയ്ത് വരുമ്പോഴും നമ്മുടെ നിധി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല സുഭാഷ് ഏട്ടാ, ഇതുവരെ കണ്ടില്ലല്ലോ സുധീഷിനെ, ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഹരീഷിനെ വിളിച്ച് പറഞ്ഞല്ലോ ലേറ്റ് ആവുമെന്ന്, രാത്രി വല്ല ഓട്ടവും കിട്ടിയിട്ടുണ്ടാവും, മോള് പോയി കിടന്നോ, ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോൾ നിധി പറയും, എങ്കിൽ പിന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മുടെ സുധീഷ് ആണെങ്കിൽ ആളെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിധിയുടെ ഫോണ് കണ്ട ഉടനെ
ഇവളെന്താ ഈ നേരത്ത് എന്നും ചോദിച്ച് വണ്ടിയിലിരിക്കുന്ന ആളോട് പറയും, അതെ സാറേ, എൻ്റെ മിസ്സിസ് ആണ് വിളിക്കുന്നത്, ഞാൻ ഫോൺ എടുത്തോട്ടെ എന്ന്. അപ്പോൾ അയാൾ പറയും, വണ്ടി ഒതുക്കിയിട്ടിട്ട് ഫോൺ എടുത്തോ എന്ന്. അപ്പോൾ ഹലോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് ഇപ്പം എന്ത് എടുക്കാന്ന് ചോദിക്കുകയാണ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, ലേറ്റ് ആവോ വരാൻ? ലേറ്റ് ആവും. എന്താ നിധി, നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഞാൻ നികേഷ് വരാതിരുന്നപ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞത് കേട്ടതും നമ്മുടെ സുധീഷ് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇത് നമ്മുടെ ആൾ തന്നെയാണോ? ഇങ്ങനെ സ്നേഹത്തോടൊക്കെ സംസാരിക്കാൻ ഇവൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിധി പറയും, എനിക്ക് പിന്നെ ഞാൻ വെച്ചോട്ടെ എന്ന് പറഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ തന്നെ നമ്മുടെ നികേഷ് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടനോട് ഏട്ടത്തിക്ക് എന്തോ ഒരു സ്നേഹം ഉണ്ടല്ലേ ഏട്ടാന്ന്. നീ ഇതേപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കണ്ട, നമ്മളത് വളർത്താനും തളർത്താനും നിൽക്കണ്ട. ചിലപ്പോൾ അതൊന്നും പറയുന്നത് ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിലോ, നീ അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് നികേഷ് എന്ന് പറയുന്നു. അങ്ങനെ നിധി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകും. അന്നേരം സുധീഷിനെ എല്ലാവരും ചേർന്ന് അടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സ്വപ്നം കാണുക. എണീക്കുമ്പോൾ അതന്നെയായിരിക്കും നമ്മുടെ സുധീഷിൻ്റെ വരവേ. അപ്പോൾ നേരെ പോയിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ സുധീഷിന് ഭയങ്കര സന്തോഷമാണ്. അല്ല, ഇയാൾ ഇത്രയും നേരം ഉറങ്ങാതിരിക്കായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ഇത്ര ലേറ്റായി എന്നൊക്കെ ചോദിക്കാട്ടോ നമ്മുടെ നിധി. അതെ, എനിക്കൊരു ഓട്ടം കിട്ടിയിരുന്നു, അപ്പോൾ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയതാ എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി ചോദിക്കും, കഴിച്ചായിരുന്നോ എന്ന്. ഇല്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ കഴിച്ചോളൂ കേട്ടോ, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നിധി അങ്ങ് പോകട്ടോ. അതിനിടയ്ക്ക് ഹരീഷ് അപ്പുറത്ത് കൂടെ വരുന്നുണ്ടാവേ. അങ്ങനെ ബാക്കിലൂടെ വന്നിട്ട് സുധീഷിന്റെ പുറത്തിട്ട് ഒരു അടി കൊടുക്കുകയാണ്. ഹൗ, എന്തൊരു വേദനയാടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹരീഷ് പറയും, അല്ല ഏട്ടാ, ഏട്ടന് ശരിക്കും പണി ഉണ്ടായിട്ടാണോ അത് മനഃപൂർവ്വം വൈകിയതാണോ എന്ന് ചോദിക്കും. എന്തിനാടാ ഞാൻ മനഃപൂർവ്വം വൈകിക്കുന്നേ, എനിക്കുള്ള ചോറും കൂടി നിനക്കെടുത്ത് തിന്നാനാണോ എന്ന് ചോദിക്കും. എച്ചിത്തരം പറയാതെ ഏട്ടാ, അതെ, ഏടത്തിയുടെ മനസ്സെന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയും, അങ്ങനെയൊന്നല്ല എന്ന് പറയും. എങ്കിലേ എന്തോ ഒരു പ്രേമം മുട്ടിട്ടോന്നൊരു സംശയം എന്ന് പറയട്ടോ ഹരീഷ്. ആർക്ക് നിധിക്കോ? അങ്ങനെ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറയാം കേട്ടോ നമ്മുടെ സുധീഷ്. അല്ല ഏട്ടാ, ശരിക്കും ഏട്ടനെ കാണാതെ എന്ത് ടെൻഷനായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു ഇത്രയും നേരം. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും, സുധീഷ് വിളിച്ചിരുന്നോന്ന്. ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം എന്ന് പറയാം കേട്ടോ ഹരീഷ്. അങ്ങനെയാണോ? അപ്പൊ എന്നെ പറ്റി ഓർത്ത് എന്നെ തന്നെ നോക്കിയിരിക്കായിരിക്കുമല്ലേ നിധി എന്ന് ചോദിക്കാട്ടോ. അതേട്ടാ, ഇയാൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചോദിക്കാട്ടോ ഹരീഷ്. അല്ല, എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല. അവളുടെ അച്ഛൻ എന്നെ കെട്ടിയിട്ട് അടിച്ചപ്പോഴേ എന്തോ ഒരു സിമ്പതിയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയട്ടോ സുധീഷ്. അത് സിമ്പതി അല്ല ഏട്ടാ, അതിനാണ് പ്രേമം എന്ന് പറയാന്ന് പറയട്ടോ ഹരീഷ്. ഇനിയിപ്പൊ സിമ്പതി ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിലൂടെ പിടിച്ചു കയറി പോയിക്കോളാം. ഏതായാലും പോസിറ്റീവായിട്ട് ഓരോന്നും വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെ ഏട്ടാ എന്ന് പറയുമ്പോൾ സുധീഷ് പറയും, ഏട്ടൻ എന്നാലേ ഇവിടെ നിന്ന് കുറച്ച് സ്വപ്നങ്ങളൊക്കെ കാണട്ടെ, നീ അങ്ങ് കയറിപ്പോയി ഉറങ്ങുന്ന്. അങ്ങനെ ഹരീഷ് കയറി പോകുമ്പോൾ എടാ അനിയ ഒന്ന് നിൽ എന്ന് പറയും. എന്താ ഏട്ടാ എന്ന് പറയുമ്പോൾ ഒന്നിങ്ങ് വാ എന്നും പറഞ്ഞ് പുറത്തൊരടി കൊടുത്തിട്ട് പറയും, ഇപ്പോഴാ കണക്ക് റെഡിയായത്, ഇനി പോയി കിടന്നാട്ടാന്ന്. ഇയാളെ കൊണ്ട് ഏട്ടത്തിക്ക് നിങ്ങളോടൊരു മണ്ണാങ്കട്ടി ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ കാണുന്ന ചെരുപ്പെടുത്ത് എറിയാൻ കേട്ടോ ഹരീഷിന്റെ മേലേക്ക്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്നാണ് കേട്ടോ. പിറ്റേന്ന് സുധീഷ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകുന്ന നേരത്ത് നമ്മുടെ നികേഷ് അങ്ങ് ചെല്ലുവേ. എടാ, നിന്റെ പനിയൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ പനിയൊക്കെ മാറിയേട്ടാ, ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാവരുടെയും ഭാഗ്യാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, ഭാഗ്യോ? ആരുടെ ഭാഗ്യം? അതെന്താ ഏട്ടാ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിനക്കും ഹരീഷിനും അവൾ ഏട്ടത്തി, സുഭാഷ് ഏട്ടന് അനിയത്തി, എനിക്കാരാ ആരോ ഒരാൾ. പക്ഷേ കാര്യങ്ങളിപ്പോൾ മാറി മറിഞ്ഞുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറയുമ്പോൾ അതെന്താ ഇപ്പൊ കാര്യങ്ങൾ മാറി മറിയാന്ന് ചോദിക്കാട്ടോ നികേഷ്. അല്ല, നിന്റെ ഏട്ടത്തി ഞാൻ പണിക്ക് പോയാൽ എന്നെ വിളിക്കാറ് കൂടില്ല, ഞാൻ എപ്പോഴാ വരാറുള്ളത് എപ്പോഴാ പോകുന്നത് ഒന്നും അറിയത്തില്ല. പക്ഷേ ഇന്നലെ അങ്ങനെ അല്ലായിരുന്നു, അവൾ എന്നെ വിളിച്ചടാ എന്ന് പറയുമ്പോ അത് നല്ലൊരു മാറ്റാണല്ലോ സുധീഷ് ഏട്ടാ എന്ന് പറയട്ടെ നികേഷ്. എൻ്റെ മുല്ലയും പൂക്കും എന്ന് പറയുമ്പോൾ മുല്ലയല്ലല്ലോ മാവല്ലേ എന്ന് ചോദിക്കുകയാണ്. എടാ, പ്രേമത്തിന് മുല്ല നല്ലതെന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടങ്ങ് കാച്ചു കേട്ടോ. അന്നേരം അതിലൂടെ നിധി വരുന്നുണ്ടാവും. നിധി ചോദിക്കും, ആരെവിടെ കരഞ്ഞേന്ന്? അപ്പോൾ നികേഷ് ചോദിക്കും, കരയേ? അതെന്താ അടുത്ത് അങ്ങനെ ചോദിച്ചേന്ന്? അതെ, ഒരു കഴുതരാഗം കേട്ടല്ലോ. അത് സുധീഷ് ചേട്ടനാന്ന് പറയാം കേട്ടോ. അങ്ങനെ നിധി തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. അന്നേരം സുധീഷ് പറയും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടടാ, ഇത് പിടിച്ചേന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ആ ഡവറ നികേഷിന്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ നിധിയെ ഒപ്പിടാൻ വേണ്ടിയിട്ട് അങ്ങ് പോവാണേ. നികേഷ് ആണെങ്കിൽ അതൊക്കെ കേട്ടിരിക്കുകയാണ്. അന്നേരം ഹരീഷും വരുന്നുണ്ട്. എന്താടാന്ന് ചോദിക്കും, കുറെ നേരമായി എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സുധീഷ് ആണെങ്കിൽ നിധിയുടെ അടുത്ത് പോയപ്പോൾ
ഇയാളൊരു ഗ്രേറ്റ് പേഴ്സൺ ആണ് കേട്ടോ. അതെന്താ അങ്ങനെ തോന്നാൻ ചോദിക്കുമ്പോൾ, അല്ല ഇയാളുടെ വീട്ടിലുള്ളവരൊന്നും ഇങ്ങനെയല്ലല്ലോ, പിന്നെ ആളുടെ മനസ്സിലുള്ളത് ഉള്ളിൽ ഒളിപ്പിച്ച എങ്ങനെ ആളുകൾ മനസ്സിലാക്കുക. അതെ, എന്താന്ന് വെച്ചാലേ ഇന്നലെ ഇയാൾ എനിക്ക് ഫോൺ ചെയ്തില്ല, ഞാൻ ലേറ്റ് ആയതുകൊണ്ട്, പിന്നെ ഞാൻ വരുന്നത് കാത്തിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നിധി വയ്ക്കും, അതുകൊണ്ടൊന്നുമില്ല, എനിക്ക് അതോർത്തപ്പോ സങ്കടം വന്നു, എനിക്ക് എന്റെ അമ്മയൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട്. സുഭാഷ് ചേട്ടൻ ചിലപ്പോൾ വിളിച്ചു ചോദിക്കും, ഈ ഹരീഷ് നികേഷ് ഒന്നും വിളിച്ചു പോലും ചോദിക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ നിധി പറയും, അയ്യോ സുധീഷ് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. വിഷമില്ലേ? ഇല്ല, അത് ഇന്നലെ ആയതുകൊണ്ടാ ഞാൻ അങ്ങനെ കാത്തിരുന്നേന്ന് പറയും. അപ്പൊ ഇന്നലെ എന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോ നമ്മുടെ നിധി പറയും, സുധീഷ് ലേറ്റ് ആയപ്പോൾ ഞാൻ കരുതി എൻ്റെ അച്ഛനോ ചേട്ടനോ വല്ലതും ചെയ്ത് കാണുമെന്നായിരിക്കും, അതുകൊണ്ടാ ഞാൻ കാത്തിരുന്നേ, അല്ലാതെ നീ വേറെ ഒന്നും വിചാരിക്കേണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ഹരീഷും നികേഷും ഒരുപാട് ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നീതി അങ്ങ് പോകുന്ന നേരം നികേഷും ഹരീഷും കൂടെ സുധീഷിന്റെ അടുത്തേക്ക് ചെല്ലും. ഹലോ സുധീഷ് ഏട്ടാ, ഏട്ടത്തി എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? ഇല്ല എന്ന് പറയും. ഏട്ടത്തിക്കേ ഇന്നലെ സുധീഷ് ഏട്ടൻ വൈകിയതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാന്ന്, അത് മാത്രല്ല ഏട്ടത്തിക്കേ ഏട്ടനോട് ഒരു മണ്ണാങ്കട്ടി ഇല്ല എന്ന് പറയൂട്ടോ നമ്മുടെ ഹരീഷ്. ഇല്ലേ എന്ന് ചോദിക്കൂട്ടോ നമ്മുടെ സുധീഷ്. നേരം നികേഷ് പറയും, ഏട്ടത്തി കാത്തിരുന്നത് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാന്ന് ഏട്ടൻ അറിയാം, പിന്നെ എന്തിനാ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയത് എന്ന് പറയുമ്പോൾ ഹരീഷ് പറയും, ഇനി എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ തന്നെ അതിപ്പോ പോയി കിട്ടിയിട്ടുണ്ടാവും. എടാ നികേഷ് വാടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നികേഷിനെയും കൂട്ടിയിട്ട് ഹരീഷ് അങ്ങ് പോവാൻ കേട്ടോ. അപ്പൊ അയലിൽ തന്നെ കൈവച്ചിരിക്കേണ്ട നമ്മുടെ സുധീഷ്. ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയല്ലേ? ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.